നമസ്കാരം. അഭിലാഷേട്ടായല്ലേ? അതെ. മാരിവില്ലിൻ ഗോപുരങ്ങൾ കണ്ടായിരുന്നു? മാരിവില്ലിൻ ഗോപുരങ്ങൾ കണ്ടു. മാരിവില്ലിൻ മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവിൻ മച്ചകങ്ങൾ മേടകൂട്ട മോടികൂട്ട മേടസൂര്യൻ മാരിവില്ലിൻ ഗോപുരങ്ങൾ. അപ്പോ അരുൺ ബോസിന്റെ മികച്ച ഡയറക്ഷനിൽ ഒരുങ്ങിയ സിനിമയാണ് ഈ പറയുന്ന മാരിവില്ലിൻ ഗോപുരങ്ങൾ. പക്ക കോമഡി, ഫാമിലി, ഇമോഷണൽ ഡ്രാമയാണ്. യുവജനങ്ങൾക്ക് തീർച്ചയായിട്ടും കാണേണ്ട സിനിമ. യൂത്തിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ നാട്ടുകാരനാണ് അരുൺ ബോസ്. ലൂക്ക എന്ന മൂവിക്ക് ശേഷം, ടൊവിനോനെ വെച്ച് ചെയ്ത ലൂക്ക മൂവിയിൽ അതിന് ശേഷം ചെയ്തിരിക്കുന്ന പടമാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ. ഇന്ദ്രജിത് സുകുമാരന്റെ അഭിനയം എങ്ങനെയുണ്ട്? തിരിച്ചുവരവാണോ? അദ്ദേഹം ചാന്തുപൊട്ട് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ശരിക്കും വെറുത്തു പോയി മീശ മാധവല്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വില്ലൻ വേഷം. അപ്പോൾ അഭിനയത്തിൽ പക്ക പുലിയാണ് അദ്ദേഹം. കോമഡി അറിയാലോ, ഹാപ്പി ഹസ്ബൻഡ്സ് പോലെ ക്ലാസ്മേറ്റിലൊക്കെ കോമഡി പക്കയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഹിന്ദുത്തിന്റെ അഭിനയത്തെ പറ്റി പറഞ്ഞാൽ തുറമുഖം, ഹസ്ബൻഡ്സ് ഇൻ ഗോവ, അങ്ങനെ പല പല വ്യത്യസ്തമായിട്ടുള്ള കോമഡിയും സീരിയസ് ആയിട്ടുള്ള ആമയൻ പോലുള്ള സിനിമകൾ, മീശ മാധവൻ പോലുള്ള ക്ലാസിക്കുകൾ. അപ്പോൾ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടതാണ് ഇന്ദ്രജിത്തിനെ. ചാന്തുപൊട്ടിലാണെങ്കിലും വില്ലനായിട്ട്. അപ്പോൾ ഒരുപാട് സിനിമ. ഇത് ലൈറ്റ് വെയിറ്റ് ഹാർട്ടഡ് ഒരു കോമഡി സിനിമയാണ്. കോമഡി, ഇമോഷണൽ ഡ്രാമയാണ്. സെൻറ്റിമെൻ്റലി ടച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. കാരണം ഒരു ഡയറക്ടറായിട്ട് കഷ്ടപ്പെടുന്നു, ആകാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അവസാനം പൊരുതി ഡയറക്ടർ ആകാൻ വേണ്ടി ശ്രമിച്ചു, വിജയിക്കുന്നു. വിജയ ചരിത്രമാണ്. ഇതിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് നമ്മുടെ ആസിഫിക്കൊക്കെ വരുന്നുണ്ട്, ഗംഭീർ സലിംകുമാറേട്ടൻ വരുന്നുണ്ട്. എല്ലാം തന്നെ പുതുമ നിറഞ്ഞൊരു സിനിമയാണ്. ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിൻസി അലോഷ്യസ് പക്ക കോമഡിയാണ്. കോമഡി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വിൻസി അലോഷ്യസിനെ അഭിനയിപ്പിച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ അരുൺ ബോസ് അഭിനയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്പത്തിലേക്ക് കൊച്ചു കുട്ടികൾക്ക്, സീനിയേഴ്സ് കുട്ടികളിൽ നിന്നുള്ളൊരു ഉപദ്രവം ഉണ്ടല്ലോ, അതൊക്കെ തുറന്നു കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ. കാരണം എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ അവരെ പേടിപ്പിക്കുക, അങ്ങനെ ആ ഒരു സംഭവത്തെ പറ്റി ഞാനും പറയാം. പണ്ട് എനിക്ക് 1ാം ക്ലാസ്സിൽ തുടങ്ങി 6ാം ക്ലാസ് വരെ ഞാൻ ഒരു സ്കൂളിലായിരുന്നു. സ്കൂളിലെ പേര് ഞാൻ പറയുന്നില്ല. ആലപ്പുഴ ജില്ലയിലൊരു സ്കൂളിലായിരുന്നു എന്ന് പറയാം. സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറയണ്ട. അപ്പോൾ ആലപ്പുഴ ജില്ലയിലൊരു സ്കൂളിൽ പഠിക്കുന്ന കാലത്തിൽ ഒരു 2007 തുടങ്ങി 2011 കാലഘട്ടം. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറേ റാഗിങ് അനുഭവപ്പെട്ടു. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുറേ പിള്ളേരുടെ ഇടിയൊക്കെ കൊള്ളേണ്ടി വന്നു. അതൊക്കെ നമ്മൾ തരണം ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോയത്. നമ്മളിപ്പോഴും ഒരാൾ അടിക്കാൻ വന്നാലും തിരിച്ചടിക്കാൻ ധൈര്യമുണ്ട്. പണ്ട് കുട്ടി അടിക്കാൻ പെട്ടെന്ന് അടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. കുട്ടികൾ തമ്മിലുള്ള അടിപിടിയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ തരണം ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും ഒരു നല്ല മൂവി കാണാൻ സാധിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടും ഈ മൂവി. കാരണം എന്ന് വെച്ചാൽ ഇതിൽ വില്ലനായിട്ട് അഭിനയിച്ച എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പരിചയപ്പെട്ടു. ജീവിതത്തിൽ വില്ലന്മാരല്ല, പക്ഷെ ആ ക്യാരക്ടർ ചെയ്ത് പക്ക അടിപൊളിയായിട്ട് ചെയ്തു. ഒരു പക്ക കോമഡി, ഇമോഷണൽ ട്രാക്കിലൂടെ ഒരു ഫീൽ ഗുഡ് ടച്ചിൽ കാണാൻ പറ്റുന്ന സിനിമയാണ്. ഇതിൽ നായികയായിട്ട് അഭിനയിക്കുന്ന ശ്രുതി രാമേന്ദ്രനാണ് ഇന്ദ്രജിത്തിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന നായിക. ശ്രുതി രാമേന്ദ്രൻ ദേശം നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ലൊരു പുതുമ നിറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്. കാരണം നീരജ എന്ന സിനിമയ്ക്ക് ശേഷം അതിഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചുവരവാണ് സിനിമ. അപ്പോൾ ശ്രുതി രാമേന്ദ്രന്റെ ഒരു 1 മാൻ ഷോ തന്നെ പറയാം. ട്രൂ ഔട്ട്, അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. അപ്പോൾ പിന്നെ വിൻസി അലോഷ്യസിന്റെയും ഒരു സീരിയസ് കോമഡി നിറഞ്ഞ അഭിനയമാണ്. പിന്നെ നമ്മുടെ സർജോ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ മികച്ച പെർഫോമൻസ് ഉണ്ട്. കാരണം ബിഗ് ബ്രദർ, നമ്മുടെ മൺമറിഞ്ഞുപോയ കലാകാരനായിട്ടുള്ള സിദ്ദിഖ ഡയറക്ടർ ചെയ്ത സിനിമയായിരുന്നു ബിഗ് ബ്രദർ ലാലേട്ടനെ വെച്ച്. അപ്പോൾ ആ ലാലേട്ടൻ്റെ ബിഗ് ബ്രദർ സിനിമയിൽ അനിയനായിട്ട് അഭിനയിച്ച വ്യക്തിയാണ് സർജോ. അപ്പോൾ സർജോ നല്ല രീതിയിൽ ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഇന്ദ്രജിത്തിൻ്റെ അനിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗംഭീരമാണ് സർജോൻ്റെ ഇന്ദ്രജിത്തിൻ്റെ കിടുക്കാച്ചി അഭിനയം തന്നെ പറയാം. അടിപൊളി ഒരു എൻ്റർടൈൻമെൻറ്റ് പക്ക ഫീൽ ഗുഡ് സിനിമയാണ്. അപ്പോൾ കൊക്കേസ് ബാനറിലാണ് സിനിമ ഒരുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പാട്ടുകൾ തന്നെയുണ്ട്, പുതുമ നിറഞ്ഞ പാട്ടുകൾ, ഫീൽ ഗുഡും ലവ് ട്രാക്കും എല്ലാം കൊണ്ട് തന്നെ വർക്കൗട്ടായി പോയ സിനിമയാണ്. അപ്പോൾ ഞാൻ അലിൻ ജോസ് പെരേര സിനിമയ്ക്ക് ഇന്ദ്രജിത്തിന്റെ പടത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ആണ് ഔട്ട് ഓഫ് 5. നല്ലൊരു റേറ്റിംഗ് പറയും. റേറ്റിംഗിന് മുമ്പ് ഞങ്ങളുടെ മൂവാറ്റുകാർക്ക് അഭിമാനിക്കാവുന്ന ഒരു സംവിധായകൻ അരുൺ ബോസ്. അദ്ദേഹത്തിന് ഇനി സിനിമകൾ ഉണ്ടാവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു.